ഒരു സ്വതന്ത്രമായ ഒരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. ആദ്യം മലപ്പുറം എന്ന് കേട്ടപ്പോൾ അല്പം ഭയമുണ്ടായി. ഞാൻ ധരിച്ചിരുന്ന എന്താണെന്ന് പറയട്ടെ, ഞാൻ നായർ തറവാട്ടിൽപ്പെട്ടവളല്ലേ, എന്നെ നിങ്ങൾ അംഗീകരിക്കുകയില്ല എന്നൊരു തോന്നൽ എന്നെ നാട്ടുകാർ പറഞ്ഞ് ഭയപ്പെടുത്തി. 79 വർഷം ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ജീവിച്ചിട്ട് അവിടെ നേടിയെടുക്കാൻ കഴിയാത്ത മാതൃനിർവിശേഷമായ ഒരു സ്നേഹം ഈ മലപ്പുറത്ത് 3 വർഷം കൊണ്ട് എനിക്ക് കിട്ടി. ഇത് ഞാൻ സത്യമായിട്ട് പറയുന്ന കാര്യമാണ്. മലപ്പുറം ജില്ലയിൽ നിങ്ങൾ എവിടെ ആക്സിഡന്റ് ആയിട്ട് കിടന്നാലും നിങ്ങളെ ആശുപത്രിയിൽ എത്തിച്ച് 2 കുപ്പി ബ്ലഡ് തന്നിട്ടേ ഒരു വിടുള്ളൂ. നിങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ പോസ്റ്റിംഗ് കിട്ടിയ ആരും വേണ്ടെന്ന് നോക്കരുത്. കാരണം മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമാണ്. പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ അവിടുത്തെ മനുഷ്യരെന്ന് പറഞ്ഞാൽ അത്ര സ്നേഹമുള്ള മനുഷ്യർ വേറെ ഒരു ജില്ലയിലും കിട്ടിയാലും. മലപ്പുറത്തെ കുറിച്ച് പറയാൻ ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ആൾക്കാരുടെ അത്ര കെയറും സ്നേഹവും എന്റെ നാട്ടിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്റെ ബന്ധുക്കളും എന്റെ നാട്ടുകാരൊക്കെ ഉള്ളതാണ്. ഞാൻ ജനിച്ചു വളർന്നതാണ്. പക്ഷെ